ഇന്നത്തെ എൻ്റെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഫുൾ ഡേ വിശേഷങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ ഒരു മുക്കാൽ ദിവസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഇന്ന് അസക്കുട്ടിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും രാവിലെ ജോലിക്കൊക്കെ പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ ബോറടിച്ചിരിക്കുമായിരുന്നേ. കുറച്ച് ഫ്രൂട്ട്സ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ജോലിക്കൊക്കെ പോയിട്ടിരുന്നിട്ട് ഇപ്പോൾ 2-3 കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ നല്ല ബോറടിയാണ് കേട്ടോ. വിചാരിച്ച പോലൊന്നും അല്ല. എനിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ വേറെ വഴിയില്ലല്ലോ. ശരി, ഓക്കെ. അപ്പം ഞാനും അവളായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം മീനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. അപ്പം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന ബേസിക്കായിട്ട് നമ്മൾ വീട്ടിലെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മസാലക്കൂട്ടാണ്. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, കുറച്ച് ഗരം മസാല പൊടി ഇടും, പെപ്പർ പൗഡർ ആവശ്യത്തിന് ഇടും, ഉപ്പിടും, പിന്നെ എന്തെന്നാ നമ്മുടെ പെരുംജീരകം ഇല്ലേ, പെരുംജീരകം ഉണ്ടാകും. അത്രയേ ഉള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് മസ്റ്റാണ്. പിന്നെ ചെറിയ ഉള്ളിയും ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അതാണ് ആ തേച്ച് പിടിപ്പിച്ചത് കേട്ടോ. അതൊരു 10-15 മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കറിവേപ്പില ഇട്ട് ഫിഷ് അതിൻ്റെ മുകളിലോട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം നമ്മളൊന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ മീൻ എൻ്റെ പേര് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സിലോപ്പിയ എന്നാട്ടോ പറയുന്നത്. നല്ല ടേസ്റ്റുള്ള ഫിഷാണേ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് വീടൊന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അസുക്കുട്ടി ആ സമയത്ത് ടയർഡായിട്ട് ഉറങ്ങിപ്പോയായിരുന്നേ. അപ്പോൾ അവൾ ഉറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പം റഹാനും വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാനും അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് തന്നെയാണ് കഴിച്ചത്. കുറച്ച് ലേറ്റ് ആയിരുന്നു ഇന്ന് ലഞ്ച് കഴിക്കാൻ. പിന്നെ ഇവൻ്റേക്ക് ഞാൻ നൂഡിൽസാണ് കേട്ടോ ചോദിച്ചത്. 2 പേർക്കും നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു. അവർ നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളെ.